അങ്ങനെ സ്കൂൾ തുറക്കാനായിട്ട് നമ്മൾ ഈ ക്രാഫ്റ്റ് ഒക്കെ ചെയ്തിരുന്നാൽ മതിയോ? സ്കൂളിലേക്കൊക്കെ വല്ലതും വെറൈറ്റി ആയിട്ട് കൊണ്ടുപോകണ്ടേ? അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ട്രാൻസ്പെറന്റ് പൗച്ചാണ് കേട്ടോ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് നിങ്ങൾക്ക് ആകെ വേണ്ടത് ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് മാത്രമാണ് കേട്ടോ. അത് നിങ്ങൾ സ്റ്റേഷനറി ഷോപ്പിൽ 5 റുപ്പീസിനൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ ആ ഒരു ട്രാൻസ്പെറന്റ് ഷീറ്റ് എടുക്കുക, മടക്കുക. അപ്പൊ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ മടക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു പൗച്ചിന്റെ ഒരു ഷേപ്പ് കിട്ടും കേട്ടോ. അത് വെച്ച് ഞാൻ സിസേഴ്സ് വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ആ മടക്കിയതിന്റെ മേലെ. അപ്പൊ നന്നായിട്ട് ഒതുങ്ങി കിട്ടും. അതിനുശേഷം ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ട്രാൻസ്പെറന്റ് സ്റ്റിക്കി ടേപ്പ് ആണ് കേട്ടോ. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, നമുക്ക് നമ്മുടെ എല്ലാ സാധാ സെലോ ടേപ്പ് ഇല്ലേ, ട്രാൻസ്പെറന്റ് സെലോ ടേപ്പ് ഇല്ലേ, അത് വെച്ചിട്ട് 2 സൈഡും ചേർത്തൊന്ന് ഒട്ടിച്ചാൽ മതി. എന്റെ ഇത് ഓൾറെഡി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് യൂസ് ചെയ്യുന്നത് കേട്ടോ. പണ്ടെങ്ങാനും ഇൻകാട്ടോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റിൽ നിന്ന് ഞാൻ ഓർഡർ ചെയ്ത് വെച്ചതാണ് കേട്ടോ. പക്ഷെ ഇതുവരെ ഉപയോഗം വന്നിട്ടില്ല. അതിൻ്റെ ഉപയോഗം വന്നത് ഇന്നാണ് കേട്ടോ. എനിക്കൊന്ന് ഏകദേശം 2 വർഷമെങ്കിലും ആയിട്ടുണ്ടാവും ഞാൻ വാങ്ങി വെച്ചിട്ട്. ഞാൻ വിചാരിച്ചു എൻ്റെ സ്റ്റിക്കിനെസ് ഒക്കെ പോയിട്ടുണ്ടാവുന്നു. പക്ഷെ കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്റ്റിക്ക് ആവുന്നുണ്ട് കേട്ടോ. ഓപ്പൺ ചെയ്യുന്ന ഭാഗം മാത്രം വിട്ടിട്ട് ബാക്കി 2 സൈഡ് ഞാൻ ഒട്ടിച്ചു കൊടുത്തു കേട്ടോ. പിന്നെ നിങ്ങൾക്ക് കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വാഷി ടേപ്സോ അല്ലെങ്കിൽ വല്ല സ്റ്റിക്കറോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വാഷി ടേപ്പാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. എനിക്ക് ക്യാറ്റിൻ്റെ വാഷി ടേപ്പ് ഭയങ്കര ഇഷ്ടമായി, അതുകൊണ്ട് ഞാൻ അതൊന്ന് യൂസ് ചെയ്ത് നോക്കാൻ വിചാരിച്ചു. വാങ്ങിച്ചിട്ട് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ അതൊന്നും. ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ നമ്മുടെ സ്കൂൾ തുറക്കാനായതുകൊണ്ട് ആദ്യം തന്നെ അൺബോക്സിംഗ് ഒക്കെ കാണിച്ചിട്ട് നിങ്ങൾക്കൊന്നും കിട്ടാനില്ലല്ലോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്ന വീഡിയോ തന്നെ ഇട്ടത്. അപ്പോൾ അവസാനമായിട്ട് നമ്മൾ അതിന്റെ ഓപ്പണിംഗിൽ ആ ഫ്ലാപ്പിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡബിൾ ടേപ്പ് സ്റ്റിക്കർ ഒട്ടിക്കാം. ഞാൻ അങ്ങനെയാണ് ചെയ്തത്. അല്ലെങ്കിൽ ചുമ്മാ വിടുകയും ചെയ്യാം കേട്ടോ. കാരണം അത് ഓപ്പൺ ആയിട്ട് പോയില്ല, താനെ ഓപ്പൺ ആവില്ല. കാരണം നമ്മൾ സിസേഴ്സ് വെച്ച് വരച്ചു കൊടുത്തോണ്ട്. പക്ഷെ കുറച്ചുകൂടി ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഡബിൾ സൈഡ് ടേപ്പ് ഒട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി അടിപൊളിയായിരിക്കും. ഇല്ലെങ്കിൽ വെൽക്രോയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ കേട്ടോ. അങ്ങനെ സൈഡിലൊക്കെ വാഷി ടേപ്പ് ഒട്ടിച്ചതിന് ശേഷം ഞാൻ ജസ്റ്റ് ക്യൂട്ട് ഗേളി സ്റ്റിക്കർ ഒട്ടിച്ചു കൊടുത്തു. എന്നിട്ട് എനിക്ക് മതിയായില്ല, പിന്നെയും ഞാൻ ഓരോന്ന് ഒട്ടിച്ചോണ്ടിരിക്കും. ഇനി ഞാൻ ഒട്ടിച്ചു കഴിഞ്ഞാൽ ഫുൾ അലങ്കോലാവുന്ന എനിക്ക് ഉറപ്പായി. അതുകൊണ്ട് ഞാൻ 2 പൂക്കളും കൂടെ ഒട്ടിച്ചിട്ട് നിർത്തിയിട്ടോ. പിന്നെ നമ്മുടെ കയ്യിലുള്ള സ്കെയിലും പെൻസിലും പെന്നും ഒക്കെ അതിനകത്ത് ഇട്ടിട്ട് നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഭയങ്കര ഈസി അല്ലേ? നിങ്ങൾക്കും ഇത് വീട്ടിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ ചെയ്ത് നോക്കിയവര് കമന്റിൽ പറയണം കേട്ടോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.